നവീൻ ബാബുവിനെ ആരും മറന്നു കാണില്ല. കണ്ണൂരിലെ ADM ആയിരിക്കവേ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ പഴി കേൾക്കേണ്ടി വന്ന അവസാനം ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ട് നവീൻ ബാബു എന്ന് പറയപ്പെടുന്ന ആ വ്യക്തിയെ മലയാളികൾ മറക്കാനിടയില്ല. ഈ ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പല വഴികളിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബവും ഒക്കെ ശ്രമിച്ചുവെങ്കിലും അതെല്ലാം പാർട്ടി സംവിധാനത്തിൽ തട്ടി തകർന്നു പോകുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് എന്നതാണ്. പിണറായി കേരളം ഭരിക്കുമ്പോൾ എത്ര കണ്ട് നീതി ലഭിക്കുമെന്ന് ഉറപ്പില്ല എങ്കിൽ കൂടിയും പോരാട്ടം തുടരുകയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞത് കേരളം കാതോർത്ത് കേട്ടതാണ്. പക്ഷേ ഇപ്പോഴും ഒരു കാര്യം പറയട്ടെ, ആ മഞ്ജുഷയ്ക്കും മക്കൾക്കുമൊക്കെ നീതി എന്ന് പറയപ്പെടുന്നത് കിട്ടാക്കനിയായി അകലെ തന്നെയാണ്. കൊന്നിട്ട് പോലും പകവീട്ടുന്ന കമ്മ്യൂണിസ്റ്റ് ക്രൂരത അത് നവീൻ ബാബുവിൻ്റെ മേൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആക്ഷേപം ശക്തമാകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൈക്കൂലി വാങ്ങി എന്നതിന് തെളിവില്ല എന്ന് വിജിലൻസ് സ്പെഷ്യൽ സെൽ അന്വേഷണ റിപ്പോർട്ടിൽ പറയുമ്പോഴും ഇപ്പോഴും സർക്കാർ വേട്ട തുടരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയായി പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ എല്ലാത്തിനും കാരണക്കാരിയായിട്ടുള്ള കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയാകട്ടെ രാഷ്ട്രീയമായി ഇമേജ് വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ചിലപ്പോൾ നിയമസഭയിൽ ഒരു സീറ്റ് വാങ്ങി മത്സരിക്കുവാനുള്ള സാധ്യതയും കാണും. ഇതാണ് നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൻ്റെ സ്ഥിതി. പൂർണ്ണമായ ഒരു പരിച്ഛേദം ഇതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ ആർക്ക് നീതി ലഭിക്കുന്നു, ആർക്ക് നീതി കിട്ടുന്നില്ല എന്നതാണ്. ഇപ്പോഴിതാ ഇതിനിടയിൽ വന്ന ഏറ്റവും വലിയ വാദം, ഇതിപ്പോൾ ഞാനിപ്പോൾ നവീൻ ബാബുവിനെ ഓർക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയുവാനോ വേണ്ടി വന്നതല്ല. പക്ഷേ ഈ ശബരിമല വിഷയവുമായിട്ട് വന്ന ഈ സ്വർണ്ണ വിവാദം കത്തി നിൽക്കുമ്പോൾ മറ്റ് ആർക്കും പറയാനില്ലാത്തതുപോലൊരു കെട്ടുകഥയുമായിട്ട് ഒരു കൂട്ടർ ഇവിടെ വരുന്നു. നവീൻ ബാബുവിൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം അയ്യപ്പ കോപം എന്നാണ് ചിലർ ഈ പറയുന്ന കെട്ടുകഥയിലൂടെ പറഞ്ഞു വരത്തുന്നത്. ഇതോടുകൂടി വീണ്ടും നവീൻ ബാബുവിൻ്റെ അകാല മരണം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചാ വിഷയം ആയിരിക്കുകയാണ്. CPM ഭീകരതയ്ക്കെതിരെ നവീൻ ബാബുവിനെ രക്തസാക്ഷിയായി പ്രഖ്യാപിച്ച് പോരാടിയിരുന്ന അയ്യപ്പ ഭക്തരിൽ പലരും സത്യത്തിൽ ഈ പ്രചരണത്തിൽ ഈ പറയുന്ന നുണപ്രചരണത്തിൽ തട്ടി വീഴുന്നു അല്ലെങ്കിൽ ഞെട്ടിവിറച്ചിരിക്കുന്നു എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിച്ചിരിക്കുന്നു. ഇതിന് കാരണമായി പറയുന്നത് റാന്നിയുടെ തഹസിൽദാർ ആയിരുന്ന കാലഘട്ടത്തിൽ അന്ന് ഈ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുവാനുള്ള സ്പെഷ്യൽ ഓർഡറുകൾ ഇട്ടത് അന്നത്തെ റാന്നി തഹസീൽദാർ ആയിരുന്ന നവീൻ ബാബു ആയിരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന ആരോപണം എന്ന് പറയുന്നത്. നവീൻ ബാബു അന്ന് തഹസീൽദാർ ആയിരുന്നുവെന്നും അദ്ദേഹമാണ് ശബരിമലയിൽ കയറുവാനുള്ള ഓർഡർ സർക്കാർ നിർദ്ദേശപ്രകാരം നൽകിയത് എന്നുമാണ് പുതിയ ആരോപണമായിട്ട് അന്തംകമ്പികളായിരിക്കണം ഇത്തരത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. ഒരു സംഘപരിവാർ യൂട്യൂബ് ചാനലിലൂടെ വിവാദമാക്കുന്ന ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ പല അന്തംകമ്പികളും എടുത്ത് പ്രയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ പല സൈബർ ഇടങ്ങളിലും അത് പ്രാവർത്തികമാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വസ്തുത എന്ന് പറയപ്പെടുന്നത് വെറും നുണപ്രചരണം മാത്രമാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ റാന്നി തഹസീൽദാർക്ക് ശബരിമലയിൽ യുവതികൾ കയറുന്നതിന് അനുമതി കൊടുക്കുവാൻ ഒരു അധികാരവുമില്ല. അത് ഹൈക്കോടതിയുടെ ഒരു വിധിയായിരുന്നു. അപ്പോൾ ഈ ശബരിമല യുവതി പ്രവേശന കാലത്തെ വിവാദ കാലയളവിൽ നവീൻ ബാബു സത്യത്തിൽ റാന്നിയുടെ തഹസീൽദാർ അല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ, നുണപ്രചരണങ്ങൾ അയച്ചുവിടുന്നത്? ശബരിമലയിൽ ഇപ്പോൾ നടക്കുന്ന കൊള്ളത്തരങ്ങൾക്കും കൊള്ളയ്ക്കും കൂട്ടുനിൽക്കാതിരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ വാർത്തകൾ വിശ്വാസി സമൂഹം ഏറ്റെടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ, ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികൾ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. റാന്നി തഹസീൽദാരുടെ കീഴിലായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ ശബരിമലയും പമ്പയും ഒക്കെ അടങ്ങുന്ന ആ പ്രദേശം എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രവേശനം എന്ന് പറയപ്പെടുന്നതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാൽ തഹസീൽദാർക്കല്ല ശബരിമലയുടെ ഭരണത്തിന് ചുമതല കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ശബരിമലയുടെ ഭരണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് എന്ന് പറയപ്പെടുന്നത് ദേവസ്വം ബോർഡാണ്. അതിനി ആർക്കാ അറിയാൻ പാടില്ലാത്തത്? അപ്പോൾ ഇവിടെ ഉത്തരവുകൾ ഇറക്കുന്നത് ഹൈക്കോടതിയല്ലേ?
അപ്പോൾ ഹൈക്കോടതി ഇറക്കിയ ഉത്തരവ് എങ്ങനെ തഹസീൽദാരുടെ പേരിലാകും? അപ്പോൾ ഇവിടെ സ്പെഷ്യൽ കമ്മീഷണർ വെച്ചാണ് ഹൈക്കോടതി അവിടെ ഭരണം നടത്തുന്നത് പോലും. എന്നാൽ ഭരണം നടത്തേണ്ട ബാധ്യത ദേവസ്വം ബോർഡിന് തന്നെ നിക്ഷിപ്തമാണ് എന്നുള്ളത് മറന്നു പോകരുത്. അപ്പോൾ ദേവസ്വം ബോർഡ് ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ ആ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അവിടെ തഹസീൽദാർ എന്ന് പറയപ്പെടുന്ന ആൾക്ക് ഒരു റോളും ഇല്ല എന്ന് കൂടി പറഞ്ഞോട്ടെ. ഒരു റോളും ഇല്ല, അത്തരത്തിലുള്ള റോളും തഹസീൽദാർക്ക് ഇല്ലായിരുന്നു. അപ്പോൾ തഹസീൽദാരുടെ ഉത്തരവ് പ്രകാരം സ്ത്രീകൾ ശബരിമലയിൽ കയറി എന്ന് പറയുന്നത് തന്നെ വിഡ്ഢിത്തരമാണ്. അപ്പോൾ ഇവിടെ ഒരു തഹസീൽദാർക്കും അതിനുള്ള അധികാരമൊന്നുമില്ല. സർക്കാർ എന്ത് തീരുമാനം പറയുന്നു അത് നടപ്പിലാക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു അധികാരവും ഇവർക്ക് ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു തഹസീൽദാരുടെ ഉത്തരവ് ശബരിമലയിൽ ആർക്കെങ്കിലും വേണ്ടി ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമോ? അങ്ങനെ ആർക്കെങ്കിലും ഈ തഹസീൽദാർ പറയുന്ന ഒരു ഉത്തരവ് പ്രകാരം പോകാൻ കഴിയുമോ? അപ്പൊ ശബരിമലയിൽ ഏത് ഭക്തനും പോകാം. അവിടെ ഈ തഹസീൽദാരുടെ ഓർഡർ ഒന്നും വേണ്ട. മതവും ജാതിയും ഒന്നും അവിടെ ബാധകമല്ല. അതിനവിടെ ഒരു തഹസീൽദാരുടെ അനുമതിയും വേണ്ട. ഇനി അതുപോലെ ശബരിമലയിലെ യുവതീ പ്രവേശന സമയത്ത് റാന്നിയിലെ തഹസീൽദാർ നവീൻ ബാബു അല്ലായിരുന്നു എന്നതും ഒരു സത്യമാണ്. അത് ഞാൻ ആദ്യം പറയാം. അതുപോലെ തന്നെ ഇവിടെ ഈ തഹസീൽദാർക്കും യുവതീ പ്രവേശന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള റോളില്ല. പകരം അതിനകത്ത് ഹൈക്കോടതിയുടെ ഇടപെടൽ മാത്രമാണ് നടക്കുന്നത് എന്ന് പറയുമ്പോഴും ഹൈക്കോടതിയുടെ ഇടപെടലുകളെ പോലും മറച്ചു വെച്ചുകൊണ്ട് നവീൻ ബാബുവിനെ വീണ്ടും ഇതിനകത്തേക്ക് വലിച്ചിഴയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഈ പല വാർത്താ മാധ്യമങ്ങളിലും വരുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു. മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരത്തിൽ പ്രചരിക്കുന്ന കള്ളവാർത്തകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിനകത്തൊരു വീഡിയോ ചെയ്യാതിരിക്കുവാൻ കഴിഞ്ഞില്ല. അത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു കുൽസിത പ്രവൃത്തിയെ തുറന്നു കാട്ടേണ്ടതുണ്ട്. നവീൻ ബാബുവിനും നവീൻ ബാബുവിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷയ്ക്കും ഇതുവരെ നീതി നൽകാൻ കഴിയാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് പൊതുസമൂഹം തിരിച്ചറിഞ്ഞ കാലഘട്ടത്തിലാണ് അവർക്കെതിരെ നുണപ്രചരണവുമായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നതാണ്. ഇത് സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ ഇങ്ങനെ പ്രചരിക്കുന്ന വെറും കെട്ടുകഥകളാണ്. അപ്പോൾ ഇത്തരം നുണപ്രചരണങ്ങളിൽ നവീൻ ബാബുവിന്റെ കുടുംബവും മഞ്ജുഷയും ഒക്കെ കടുത്ത വിഷമത്തിലും അവർ വലിയ പ്രതിഷേധത്തിലുമാണ്. അപ്പോൾ നവീൻ ബാബു മരിച്ചു കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് നീതി ഇപ്പോഴും അവർക്ക് കിട്ടാക്കനി പോലെ അകലെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ഇപ്പോൾ ഈ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജി അത് കോടതിയുടെ പരിഗണനയിൽ കൂടി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഈ കേസ് പരിഗണിക്കുന്നത് പോലും. കേസിലെ ഏക പ്രതി എന്ന് പറയപ്പെടുന്ന PP ദിവ്യയോട് ഡിസംബർ 16 ഹാജരാകാൻ ഇപ്പോൾ കോടതി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജിയും ഇതേ കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അപ്പോൾ അതേസമയം നമുക്കറിയാമല്ലോ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു കേസിലെ ഏക പ്രതിയായിട്ടുള്ള PP ദിവ്യ എന്ന് പറയപ്പെടുന്നത്. PP ദിവ്യ ഇപ്പോൾ പൊതുരംഗത്ത് കൂടുതൽ സജീവമായി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതങ്ങനെയാണല്ലോ, CPM എപ്പോഴും അങ്ങനെയാണ്. ഒരു ക്യാപ്സൂൾ കഴിച്ചാൽ മതി, അവരുടെ എല്ലാ കുറ്റങ്ങളും ഇല്ലാതായിപ്പോകും. അപ്പോൾ അത് കഴിഞ്ഞ് അവർ വീണ്ടും അവർക്ക് സമരരംഗത്തേക്കും പൊതുരംഗത്തേക്കും സമൂഹത്തിന് മുന്നിലും ഒക്കെ എത്തിച്ചേരാം. അപ്പോൾ അവർ കുറച്ചുകൂടി ശക്തയാകുന്നു, ബലവത്ത ഉള്ളവരായി തീരുന്നു. അവർക്ക് ഇനിയിപ്പോൾ അവരിപ്പോൾ മത്സരിക്കാൻ തയ്യാറാകും. നിയമസഭയിലേക്കൊക്കെ മത്സരിക്കാൻ വേണ്ടി സീറ്റിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിൽ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുകയാണ് അവർ. ഇപ്പോൾ സമൂഹ മാധ്യമത്തിലടക്കം വലിയ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ PP ദിവ്യ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിൽ മാത്രം ഏകദേശം 1.5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. UDFനെതിരെ ശക്തമായിട്ടുള്ള ആക്രമണം പലപ്പോഴും PP ദിവ്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിപ്പുണ്ട്. SFIയിലൂടെ പ്രവർത്തനം ആരംഭിച്ച് ദിവ്യയുടെ രാഷ്ട്രീയ വളർച്ച എന്ന് പറയപ്പെടുന്നത് വളരെ പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് DYFIയുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തപ്പെടുന്നു. അത് കഴിഞ്ഞ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആകുന്നു. 36ാമത്തെ വയസ്സിലാണ് കണ്ണൂർ ജില്ലയുടെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് PP ദിവ്യ എത്തുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതിനു മുമ്പുള്ള ഭരണസമിതിയിൽ ഈ PP ദിവ്യ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ജില്ലാ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കവെയാണ് നവീൻ ബാബുവിന്റെ ഈ മരണവും തുടർന്ന് വന്ന സ്ഥാനനഷ്ടവും ജയിൽവാസവും അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായതെന്ന്. എന്നാൽ ദിവ്യ ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് യോഗം, ആ യാത്രയയപ്പ് യോഗത്തിൽ വെയിറ്റ് വെറും 2 ദിവസം മാത്രം കാത്തിരിക്കണം. അത് അങ്ങനെ പറയാൻ എന്ന് പറഞ്ഞത് എന്തിനായിരുന്നുവെന്ന് പിന്നീട് വെളിപ്പെടുത്തിയിട്ടില്ല. വെയിറ്റ്, നിങ്ങൾ 2 ദിവസം കാത്തിരിക്കൂ എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് പറഞ്ഞിട്ടില്ല. അതായത് നവീൻ ബാബുവിന്റെ മരണം അന്വേഷിച്ച പ്രത്യേക സംഘം ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഈ കൈക്കൂലി ആരോപണം എന്ന് പറയപ്പെടുന്നത് അന്ന് TV പ്രശാന്ത് ഉന്നയിച്ചതാണ്. ആ കൈക്കൂലി ആരോപണം അന്വേഷണ സംഘം തള്ളിയെങ്കിലും ഈ വിഷയത്തിൽ
കൂടുതൽ അന്വേഷണം നടത്താൻ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ നവീൻ ബാബുവിനെ നമ്മൾ പിന്നെ കാണുന്ന തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ പിന്നീട് ആരും തന്നെ താമസിക്കാൻ എത്തിയിട്ടുമില്ല, അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. അപ്പോൾ മരണശേഷം പോലീസ് കിട്ടിയ നാട പോലും അഴിച്ചു മാറ്റാത്ത അവസ്ഥയിലേക്ക് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ആ ക്വാർട്ടേഴ്സിലേക്ക് അതിനുശേഷം ആരും വന്നതായിട്ട് തന്നെ അറിയാൻ കഴിയുന്നില്ല. കാട് പിടിച്ചു കിടക്കുന്ന തരത്തിലേക്ക് ആ ക്വാർട്ടേഴ്സ് എത്തപ്പെട്ടിരിക്കുന്നു. നവീൻ ബാബുവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട അനവധി ചോദ്യങ്ങളും ഇതുപോലെ തന്നെ ഉത്തരം കിട്ടാതെ ഇങ്ങനെ കാട് പിടിച്ച് മാറാള പിടിച്ച് കിടക്കുകയാണ്. ആ കാലഘട്ടത്തിലാണ് ഈ ശബരിമല വിവാദവുമായി ചേർത്ത് വായിക്കുവാൻ നവീൻ ബാബുവിന്റെ പേര് ഇതിനകത്തേക്ക് കൂട്ടിക്കൊഴിക്കുന്നത്. വളരെ വേദന ഉളവാക്കുന്നതാണ്, അല്ലെങ്കിൽ ഏറ്റവും അധികം മനുഷ്യനെ ഇങ്ങനെ കാർന്നു തിന്നുന്ന ഒരു വിഷയമാണ് എങ്കിൽ കൂടിയും നവീൻ ബാബുവിന് നീതി ലഭിക്കാതെ അദ്ദേഹത്തെ വീണ്ടും ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വലിച്ചു കീറുന്നത് നീതിയല്ല എന്ന് പറയട്ടെ. അവിടെ ഈ നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് എത്തപ്പെട്ടവർ, പ്രതിയാക്കപ്പെട്ടവർ എന്ന് പറയപ്പെടുന്ന ആൾക്കാർ, അതിനകത്ത് അത്തരത്തിലുണ്ടായിരുന്ന പി ദിവ്യയൊക്കെ ഇപ്പോൾ അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അവർ വീണ്ടും പ്രചരണ പരിപാടികളും സാമൂഹ്യ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ എവിടെയെങ്കിലും മത്സരിക്കുവാനുള്ള സാധ്യതയും ഒരു സീറ്റ് നേടിയെടുക്കുവാനുള്ള സാധ്യതയുമുണ്ട്. ചിലപ്പോൾ അവർ കണ്ണൂരിൽ തന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മത്സരിക്കുകയും ചെയ്യും.